ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിനുള്ള പ്രാഥമിക സ്ക്വാഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല. അടുത്ത 18-ാം തീയതിയാണ് ആഞ്ചലോട്ടി ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനുവേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മുൻ ബ്രസീലിയൻ പരിശീലകനായ ടിറ്റയോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണോ എന്നായിരുന്നു ചോദ്യം. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് താനല്ല, അത് ബ്രസീലിന്റെ പരിശീലകനാണ് എന്നാണ് ടിറ്റ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തൻ്റെ കാലയളവിൽ കളിച്ച ഏറ്റവും മികച്ച താരം അത് നെയ്മറാണ് എന്നുള്ളത് ടിറ്റ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണോ എന്ന് പറയേണ്ടത് ഞാനല്ല, അത് തീർത്തും പരിശീലകന്റെ തീരുമാനം മാത്രമാണ്. എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്: ഞാൻ പരിശീലിപ്പിച്ചിരുന്ന സമയത്ത് എനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച താരം അത് നെയ്മർ ആയിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നെയ്മർ ചെയ്തിട്ടുള്ളത്. ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാം സ്കാൻ ചെയ്യാനും വളരെ വേഗത്തിൽ ഗോളടിക്കാനും അസിസ്റ്റുകൾ നൽകാനും കപ്പാസിറ്റിയുള്ള താരമാണ് നെയ്മർ. രണ്ട് കാലുകൾ കൊണ്ടും ഒരുപോലെ കളിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച താരം അത് നെയ്മറാണ്. അദ്ദേഹം തികച്ചും വ്യത്യസ്തനാണ്. ഇതാണ് ടിറ്റെ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറുടെ കഴിവുകളെ അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട്. പക്ഷേ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണോ എന്നുള്ളത് അത് തീർത്തും പരിശീലകന്റെ ഒരു തീരുമാനം മാത്രമാണ്. അതിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ല എന്നാണ് ടിറ്റ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ ഇപ്പോൾ നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ സാന്റോസിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ അതിൽ കാർലോ ആഞ്ചലോട്ടി കൺവിൻസ്ഡ് ആയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.